ഈ വീഡിയോയിൽ നമ്മൾ പിവറ്റ് ടേബിൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എക്സലിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഇൻസേർട്ട് മെനുവിലാണ് പിവറ്റ് ടേബിൾ ഉള്ളത്. ഒരു ഡാറ്റ ലിസ്റ്റിൽ നിന്നും നമ്മൾ കൊടുക്കുന്ന ഒരു കണ്ടീഷൻ അനുസരിച്ച് റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ മെയിനായിട്ടും ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഞാൻ ഇവിടെ ഒരു ഡാറ്റ കൊടുത്തിട്ടുണ്ട്, അത് സെലക്ട് ചെയ്യാം. ഓക്കെ, അത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇൻസേർട്ടിലെ പോവുക. അവിടെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ പിവറ്റ് ടേബിൾ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് താഴെയായിട്ട് പിവറ്റ് ടേബിൾ ആൻഡ് ചാർട്ട് കാണാൻ പറ്റും. അതിൽ ടേബിളാണ് നമുക്ക് ആവശ്യമുള്ളത്. നമ്മളത് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഈ ഒരു ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഇങ്ങനെ ഒരു ക്രിയേറ്റ് പിവറ്റ് ടേബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതിലെ ടേബിൾ ഓർ റേഞ്ച് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തില്ല, അതാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് എവിടെയാണ്, അതിന് ഈ ഒരു റേഞ്ചിന് താഴെയായിട്ട് നമുക്ക് എവിടെയാണ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് പുതിയൊരു വർക്ക്ഷീറ്റിലാണോ അതോ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക്ഷീറ്റിൽ തന്നെയാണോ വേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് പുതിയൊരു വർക്ക്ഷീറ്റിൽ വേണമെങ്കിൽ ടേബിൾ വരേണ്ടതെങ്കിൽ ന്യൂ വർക്ക്ഷീറ്റ് കൊടുക്കാം. അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഡാറ്റയുള്ള ആ ഒരു ഷീറ്റിൽ തന്നെയാണ് വേണ്ടതെങ്കിൽ എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ താഴെ കാണാം ലൊക്കേഷൻ. നമുക്ക് ആ ഒരു ടേബിള് നമ്മുടെ ഈ ഷീറ്റിലെ ഏത് ലൊക്കേഷനിലാണ് വരേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിലായിട്ട് ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഈ ഒരു ഭാഗത്തായിട്ടാണ് വരേണ്ടത്. കുറച്ച് നീക്കി സെൻറ്ററിൽ കൊടുക്കാം. അവിടെ ഞാൻ സെലക്ട് ചെയ്തു ഒരു സെല്ല്. ഓക്കെ, ആ സെല്ലിൻ്റെ അഡ്രസ്സ് അവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പിവറ്റ് സ്ട്രക്ചർ വരും. ഒരു ഫീൽഡിൻ്റെ ലിസ്റ്റൊക്കെ ഉള്ള ഒരു ഭാഗം വരും. ഇനി ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹെഡിങ്സ് ആണ് ഈ എടുക്കുന്നത്. ഓക്കെ, അതിന് തന്നെയാണ് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൽ ഓരോന്നും എവിടെ കൊടുക്കണം എന്ന് നോക്കാം. ഓക്കെ, നെയിം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. ഇത്രയും ആൾക്കാരുടെ പേര് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അവരുടെ അല്ലേ എടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു, റോ ഭാഗത്ത് കൊണ്ടുവന്ന് വെച്ചു. അതിനുശേഷം മാർക്ക് 1 മാർക്ക് 2. ഓക്കെ, അത് ഈ വാല്യൂസിൻ്റെ അവിടെ, സിഗ്മ എന്ന് എഴുതിയിട്ടുള്ള വാല്യൂസിൻ്റെ അവിടെയാണ് കൊടുക്കാൻ പോകുന്നത്. അത് ഞാൻ അവിടെ അത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് കേട്ടോ. നമുക്ക് എവിടെയാണ് കൊണ്ടു വയ്ക്കേണ്ടത് അവിടെ ഡ്രാഗ് ചെയ്ത് കൊണ്ടു വയ്ക്കാം. അടുത്തതും ഇതുപോലെ നമ്മൾ എടുത്തു. അതും ഞാൻ ഇവിടെ തന്നെ വാല്യൂസിൻ്റെ അവിടെ തന്നെയാണ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്ത വശം തന്നെ നമുക്ക് ഇവിടെ ഒരു ടേബിൾ വന്നിട്ടുണ്ട്. കണ്ടോ, ഒരു ടേബിൾ പോലെ വന്നിട്ടുണ്ട്, ഒരു റിപ്പോർട്ട് പോലെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഇതിൽ ചെറിയൊരു ഡാറ്റ ആയതുകൊണ്ടും കുറച്ച് പേരുടെ പേരേ ഉള്ളൂ, കുറച്ച് മാർക്കേ ഉള്ളൂ, കൂടുതലൊന്നും ഇതിൽ ചെയ്യാൻ അധികമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ സമ്മിൻ്റെ കേസ് ആ ഒരു കണ്ടീഷൻ മാത്രമാണ് നോക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ സമ്മ് കിട്ടാൻ വേണ്ടി അതിവിടെ കൊണ്ടു വെച്ചത്. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ആ ഡാറ്റ ലിസ്റ്റിൽ നിന്നും നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് റിപ്പോർട്ടുകൾ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ എന്താണ് കണ്ടീഷൻ കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും വരുന്നത്. ഞാൻ ആ സമ്മിൻ്റെ കാര്യം മാത്രമാണ് ഇതിൽ നോക്കിയിട്ടുള്ളൂ, നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു ടേബിൾ വേണ്ട എന്നാണ്, ഈ മാർക്സ് 2ൻ്റെ ടേബിൾ വേണ്ട എന്നാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ ടിക്ക് ഇട്ടിട്ടില്ലേ അവിടെ കൊണ്ടുപോയി ഒന്ന് ആ ഒരു ടിക്ക് കളഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം പോവും അല്ലേ. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രമാണ് ആ ഒരു റിപ്പോർട്ടിൻ്റെ അകത്ത് വേണ്ടതെങ്കിൽ ആവശ്യമില്ലാത്തടത്ത് കൊണ്ടുപോയി ക്ലിക്ക് ചെയ്താൽ മതി. ആവശ്യമില്ലാത്ത ആ ഒരു ഏരിയ ഏതാണോ അവിടെ ടിക്ക് മാർക്ക് എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ അതുകൊണ്ട് മൗസിൻ്റെ ഇത് കൊണ്ടുപോയി ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ടിക്ക് മാർക്ക് അവിടെ നിന്ന് മാറ്റുക. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ മാർക്ക് 2 നമുക്കിവിടെ കാണാനില്ല. അങ്ങനെ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഒരു റിപ്പോർട്ട്, സാധാരണ ഒരു റിപ്പോർട്ടായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ടേബിളിലൊക്കെ ആയിട്ട് ചെറിയൊരു ഡാറ്റ വെച്ചിട്ടാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു ഒത്തിരി വലിയ ഡാറ്റയാണ്, കുറേ ഡീറ്റെയിൽസ് ഒക്കെ ആവശ്യമുണ്ട്, കുറേ റിപ്പോർട്ട്സ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നമുക്കറിയാം, കണ്ടീഷൻസ് കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ അത് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിൽ തന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് പിവറ്റ് ചാർട്ട്സ് ആണ്.
അതെങ്ങനെയാണെന്നുള്ളതാണ് അടുത്തതിൽ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ചാർട്ട്സിന്റെ കേസിനായാലും നമ്മൾ ആദ്യം തന്നെ ഡാറ്റ സെലക്ട് ചെയ്യുക. ഡാറ്റ സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസേർട്ടിൽ പോവുക. ഇൻസേർട്ടിലെ പിവറ്റ് ടേബിളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ചാർട്ട്സ് ഉണ്ടോ, തൊട്ട് താഴെ ചാർട്ട്സ് എടുക്കുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് വീണ്ടും വരും. ടേബിൾ ഓർ റേഞ്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ന്യൂ വർക്ക് ഷീറ്റ്, എക്സിസ്റ്റിംഗ് വർക്ക് ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. ഞാൻ എക്സിസ്റ്റിംഗ് വർക്ക് ഷീറ്റിൽ തന്നെയാണ് കാണിക്കുന്നത്. അത് ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ആ ഒരു എറർ കാണിക്കുന്നുണ്ട്, അത് കറക്റ്റ് ചെയ്യട്ടെ കേട്ടോ. ഇവിടെ ഈ ഒരു എറർ വരാൻ കാരണം ഞാൻ ഇവിടെ ലൊക്കേഷൻ സെലക്ട് ചെയ്തിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ വന്നത് പെട്ടെന്ന്. നമുക്ക് ആദ്യം ആ ലൊക്കേഷൻ നമുക്ക് കൊടുക്കാം. ഇവിടെ ലൊക്കേഷൻ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യണം, എവിടെയാണ് അത് വരേണ്ടത്, ആ ചാർട്ട് ഇവിടെ വരുന്നത്. ഇപ്പം ഞാൻ സെൻറ്ററിലായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ ഉള്ള പോലെ തന്നെ വരും. നേരത്തെ വന്ന ആ ഒരു സ്ട്രക്ചർ തന്നെ ഇവിടെയും വരാനായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നെയിംസ് അത് ഞാൻ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നു, ഇവിടെ കൊണ്ടുവന്നു ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചു. നെക്സ്റ്റ് മാർക്സ് 1 ആൻഡ് മാർക്സ് 2 അത് ഞാൻ കൊണ്ടുവന്ന് ഇതിൽ മാർക്ക് ചെയ്തു. ഇപ്പൊ നമുക്ക് മാർക്സ് 1ന്റെ മാത്രമായപ്പോൾ വന്നിരിക്കുന്നത് കണ്ടോ. ഓക്കെ, ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി മാർക്സ് 2 കൂടി കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് അതിൻ്റെയും കൂടി കാണാൻ ആ ഒരു ചാർട്ടിൽ തന്നെ മൾട്ടിപ്പിൾ പാർട്ട് ഡയഗ്രാം ആയിട്ട് കിട്ടും. ഓക്കെ, നമുക്ക് ഇനി മാർക്സ് 3 ഉണ്ടെങ്കിൽ ഇങ്ങനെ കൊടുത്ത് നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഇൻസേർട്ടിൽ ഇങ്ങനെയും ചെയ്യാം, അല്ലാതെ ചാർട്ട്സിൽ പോയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. രണ്ട് രീതിക്കും ചെയ്യാം. ഇപ്പൊ ഇൻസേർട്ടിൽ നമുക്ക് ചാർട്ട്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അതിനനുസരിച്ച് കുറേ കാര്യങ്ങളുണ്ട്. പല ടൈപ്പിലുള്ള ഡയഗ്രാംസും ചാർട്ട്സും ഹിസ്റ്റോഗ്രാമും കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. നമുക്കത് ചെയ്യാവുന്നതാണ്. ഇതിൽ നമുക്ക് കുറച്ചുകൂടി ചേഞ്ചസ് വരുത്താം. ഇപ്പം ഇവിടെ കിടക്കുന്ന ആ ഒരു പേരുകളും കാര്യങ്ങളൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കെവിനെ എനിക്ക് റിമൂവ് ചെയ്ത് കളയണം. ഓക്കെ, ഈ ഒരു ആളുടെ എനിക്ക് ആവശ്യമില്ല. ഞാൻ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഒന്ന് ടിക്ക് ചെയ്യാം. ഇതിലൊന്ന് ടിക്ക് ചെയ്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ കെവിൻ എന്ന് പറയുന്ന പേരുള്ളത് മാത്രം നമുക്ക് ഈ ഒരു ചാർട്ടിൽ കാണില്ല. ഓക്കെ, അങ്ങനെ നമുക്ക് ചെയ്തതിന് ശേഷം ആരെങ്കിലും റിമൂവ് ചെയ്യാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഈ പറഞ്ഞ പോലെ റിമൂവ് ചെയ്യാം. ഇവിടെ ഒരു ഇതിൽ ഒരു ബട്ടൺ പോലെ കാണാം, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഈ വരുന്ന ലിസ്റ്റിൽ നിന്ന് നമുക്ക് ടിക്ക് മാർക്ക് ഉള്ളതിൽ ക്ലിക്ക് ചെയ്ത് റിമൂവ് ചെയ്ത് കളഞ്ഞാലും മതി. ഇനി നമുക്കത് സോർട്ട് ചെയ്യണം, A to Z വരെ ആക്കണം, അല്ലെങ്കിൽ Z to A വരെയൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാനുള്ള ഓപ്ഷൻസും അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ നമ്മൾ ഈ പറയുന്ന ഓപ്ഷൻസ് ഒക്കെ മുന്നത്തെ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് അത് അത്രയും ഡീറ്റെയിൽ ആക്കാത്തത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഏത് ഇൻസേർട്ടിലെ ചാർട്ട്സ് യൂസ് ചെയ്തിട്ടും ചെയ്യാം, അല്ലെങ്കിൽ പിവറ്റ് ചാർട്ട്സ് യൂസ് ചെയ്തിട്ടും ചെയ്യാം. മെയിനായിട്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഒരു ഡാറ്റ ലിസ്റ്റ്. അപ്പോൾ അത് ഡാറ്റ എന്ന് പറയുന്നത് ഇത് വളരെ ചെറിയ ഡാറ്റ ആയ കാരണമാണ് കുറച്ച് കാര്യങ്ങൾ ചെയ്തത്. ഒത്തിരി വലിയ ഡാറ്റയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ റിപ്പോർട്ട്സ് അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഡാറ്റയിൽ നിന്നും നമ്മൾ കൊടുക്കുന്ന നമ്മുടെ എന്ത് കണ്ടീഷനാണ് കൊടുക്കുന്നത് അതിനനുസരിച്ച് ഇങ്ങനെ ഇതുപോലെ ടേബിൾ ഫോമിലൊക്കെ ആയിട്ട് റിപ്പോർട്ടായിട്ട് വരും. ഇപ്പൊ ഇവിടെ മുകളിൽ വന്നില്ലേ, അതുപോലെ റിപ്പോർട്ടായിട്ട് വരും. നമുക്ക് അതിൽ തന്നെ ചാർട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ സിമ്പിൾ ബാർ ഡയഗ്രാമോ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാമോ എന്താ വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാനായിട്ട് സാധിക്കും. പിവറ്റ് ടേബിളിന്റെ തന്നെ അടുത്തൊരു ഡാറ്റ എടുത്തിട്ട് അതിന്റെ അനാലിസിസ് ആണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ കൊടുത്തിട്ടുള്ള ഡാറ്റയിൽ സെയിൽസ് റെപ്പ്, സെയിൽസ് ഏരിയ അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് സെയിൽസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതിൽ ഡിഫറെൻറ്റ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്. പല ആൾക്കാരാണ് പല സ്ഥലത്തുമാണ് സെയിൽസ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ആദ്യത്തെ കാര്യം കണ്ടുപിടിക്കാനായിട്ടുള്ളത് സം ഓഫ് സെയിൽസ് ഡൺ ബൈ ഈച്ച് സെയിൽസ് റെപ്പ്. അതാണ് എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അതായത് ഓരോ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സും നടത്തിയ സെയിൽസിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്, പിവറ്റ് ടേബിൾ യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ തന്നിട്ടുള്ള ഡാറ്റ കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ഇൻസേർട്ടിൽ പോവുക. അതിൽ പിവറ്റ് ടേബിൾ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നമ്മുടെ ടേബിളിൻ്റെ റേഞ്ച് ഇവിടെ വന്നിട്ടുണ്ട്, ടേബിൾ ഓർ റേഞ്ച് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് അതേ സെയിം വർക്ക്ഷീറ്റിൽ തന്നെയാണ് ആവശ്യമുള്ളത്. എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റ് ക്ലിക്ക് ചെയ്യുക. ലൊക്കേഷൻ, ഓക്കെ, ലൊക്കേഷൻ ഞാൻ എൻ്റെ ലൊക്കേഷൻ ഒരു സെൻട്രലായിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ആ ഒരു സെല്ല് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ, അതിൻ്റെ അഡ്രസ്സ് ഇവിടെ വന്നു. ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പിവറ്റ് ടേബിളിൻ്റെ സ്ട്രക്ചർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിവറ്റ് ടേബിൾ ഫീൽഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം. നേരത്തെ നോക്കിയതുപോലെ തന്നെ ഇവിടെ ഫീൽഡും അതിൻ്റെ ഏരിയയും താഴെയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത് അല്ലെ, സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് നടത്തിയ സെയിൽസിന് ടോട്ടൽ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത് ഓരോരുത്തരുടെയും. അപ്പൊ ഞാൻ ആദ്യം ഇവിടെയുള്ള സെയിൽസ് റെപ്പ് അവരെ ഡ്രാഗ് ചെയ്തിട്ട് ഈ റോയുടെ അവിടെ കൊണ്ടുവന്ന് വെക്കുവാണ്. അപ്പൊ ദേ ഇവിടെ വന്നു കഴിഞ്ഞു നമുക്ക് അല്ലെ, ഓരോ റെപ്രസെൻറ്റേറ്റീവ്സിനും ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ മുന്നേ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വരുന്നത്, പിവറ്റ് ടേബിളിലും വരുന്നത്. ടേബിളിന്റെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പൊ അതിന്റെ കുറെ കാര്യങ്ങൾ ഇവിടെയും സെയിം തന്നെയാണ്. നമുക്ക് അതിനെ A to Z ഓർഡറിൽ സോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ സെറ്റ് ടു ഓ നമുക്കിതിൽ ആരെങ്കിലും റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ റിമൂവ് ചെയ്ത് കളയാം. അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ പ്രോബ്ലത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് സെയിൽസ് ആണ് കൊണ്ടുവരുന്നത്. സെയിൽസിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ വാല്യൂസിൻ്റെ അവിടേക്ക് സമ്മിൻ്റെ അവിടെ സം വാല്യൂസിൻ്റെ അവിടേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇതേ നമുക്കിവിടെ സം ഓഫ് സെയിൽസ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അല്ലെ, പിവറ്റ് ടേബിൾ വന്നിട്ടുണ്ട്. ഇനി കിട്ടിയ ഈ ആൻസർ ആയിട്ട് കിട്ടിയ പിവറ്റ് ടേബിളിനെ നമുക്ക് ബോർഡർ കൊടുത്ത് ടേബിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. നമ്മൾ അത് എങ്ങനെയാണ് ടേബിൾ ചെയ്യാന്നുള്ളത് കഴിഞ്ഞ വീഡിയോസിൽ നോക്കിയതാണ്. അപ്പൊ അതുപോലെ തന്നെ ഇതും ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് അതിന്റെ ആ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കിട്ടിയ റിപ്പോർട്ടിലെ എനിക്കിപ്പോൾ കെവിൻ്റെ ഡീറ്റെയിൽ റിപ്പോർട്ട് ആവശ്യമുണ്ടെന്ന് വിചാരിക്കുക. കെവിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ അതിന് നേരെ വരുന്ന സം ഓഫ് സെയിൽസിൽ വരുന്ന ആ കെവിന് നേരെ വരുന്ന വാല്യൂസിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഒരു ഷീറ്റിൻ്റെ അകത്ത് കെവിൻ്റെ ഡീറ്റെയിൽസ് വരും. ഓക്കെ, കെവിൻ നടത്തിയ സെയിൽസിൻ്റെ കെവിൻ്റെ മാത്രമേ വരുള്ളൂ. നമ്മൾ ക്ലിക്ക് ചെയ്തത് ഏതാണോ അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഏരിയ ഏതാണ്, അതുപോലെ തന്നെ സെയിൽസ് എത്ര നടത്തി അത് കാണാം, അതുപോലെ ആളുടെ പേര്. ഓക്കെ, മറ്റേത് ആ ടേബിൾ മൊത്തമായിട്ടല്ലേ കാണുക. നമുക്ക് ഏതാണോ ആവശ്യമുള്ളത് ആ ആവശ്യമുള്ള ഭാഗത്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ റിപ്പോർട്ടാണ് നമുക്ക് പിന്നീട് കിട്ടുന്നത്. അങ്ങനെ നമുക്ക് ഓരോരുത്തരുടെയും നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇതുപോലെ കെവിൻ്റെ നോക്കിയ പോലെ പീറ്ററിൻ്റെ നോക്കാം. അതുപോലെ തന്നെ ഓരോ വ്യക്തികളുടെയും ഓരോ സെയിൽസ്മാൻ്റെയും കാര്യങ്ങൾ നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഓരോ വാല്യൂസ് കണ്ടുപിടിക്കാം. ഇപ്പോൾ ജൂലിയറ്റിൻ്റെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ഏരിയ എന്നുള്ളതൊക്കെ നോക്കി വെച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് കിട്ടും. അതാണ് ഈ ഒരു പിവറ്റ് ടേബിളിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് റിപ്പോർട്ടുകൾ നമുക്ക് ജനറേറ്റ് ചെയ്യാനും സാധിക്കും. ഒപ്പം തന്നെ അതിൻ്റെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് കിട്ടാനായിട്ടും പറ്റും. ഇനി നേരത്തെ നമ്മൾ ചാർട്ട് ചെയ്ത പോലെ ഇതിൽ നമുക്ക് ചാർട്ട് യൂസ് ചെയ്യാം. ചാർട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്, അത് കുഴപ്പമില്ല. നേരത്തെ നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ചാർട്ട് ഏതൊക്കെ വേണം ഏതൊക്കെ വേണ്ട എന്നൊക്കെ റിമൂവ് ചെയ്യേണ്ടത് റിമൂവ് ചെയ്തതിന് ശേഷം ഈ ഒരു ഏരിയയിൽ കൊടുത്തിട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ സെയിൽസ് എനിക്ക് ആവശ്യമില്ല, അപ്പോൾ അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആ ഒരു ടിക്ക് മാർക്ക് കളഞ്ഞു. നമുക്ക് ഏരിയ വെച്ചിട്ടാണ് വേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ ഏരിയയുടെ ഭാഗം ടിക്ക് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് ഈ റോഡിൻ്റെ ഭാഗത്ത് വന്നു. അപ്പോൾ ഓരോരുത്തരും ചെയ്തിട്ടുള്ള ഓരോ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സും സെയിൽസ് നടത്തിയ ആ ഒരു ഏരിയ അതെവിടെയാണെന്നുള്ളത് താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഏതൊക്കെ സ്ഥലത്താണെന്നുള്ളത് താഴെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷെ ഇതിലാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും എവിടെ പോയിട്ടുണ്ട്, എത്ര തവണ ചെയ്തു എന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് ഇതിൻ്റെ മറ്റൊരു യൂസ് എന്ന് പറയുന്നത്.